നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളിലും അപ്രതീക്ഷിതമായ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. 2 ദിവസം മുമ്പ് ബന്ദർ അബ്ബാസിലെ ഷഹീദ് രാജെ പോർട്ടിലുണ്ടായ തീപിടുത്തം വലിയ ചർച്ചയായിരുന്നു. ഇറാൻ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ ചൈനയിൽ നിന്ന് മിസൈൽ ഇന്ധനങ്ങൾ സ്വീകരിക്കുന്ന കണ്ടെയ്നറിനാണ് സ്ഫോടനമുണ്ടായത് എന്ന രീതിയിലും, ഒപ്പം ഹൂതികൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന സംഭരണിക്കാണ് സ്ഫോടനമുണ്ടായതുമെന്നൊക്കെ രീതിയിൽ വാർത്തകൾ വിശകലനം ചെയ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നും ഇറാനിൽ ചില പ്രധാന ഇടങ്ങളിലൊക്കെ തീപിടുത്തവും ഒക്കെ ഉണ്ടായതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ അതുമായി ബന്ധപ്പെട്ട് ശത്രുരാജ്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ എന്തെങ്കിലും കടന്നുകയറ്റം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചാരപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണോ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട്, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ വിശകലനം ചെയ്തതോടൊപ്പം തന്നെ ഇസ്രായേലിലും ഇന്നലെ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ കാടുകളിൽ കത്തിപ്പടർന്ന തീ അത് ഇസ്രായേലിന്റെ നാഷണൽ ഹൈവേയിലേക്ക് നീങ്ങുന്നു, ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഏകദേശം 3000-ലധികം കിലോമീറ്റർ കാട് കത്തി നശിച്ചു. മിക്കപ്പോഴും ജെറുസലേം പോലെയുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നു, നിർത്തിവെച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് ഇസ്രായേലിലും ഈ അഗ്നി തീ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, ഒപ്പം ഇറാനിലും എന്ന വാർത്ത പുറത്തു വരികയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം ഭയപ്പെടുകയാണ്. കാരണം തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയ ചാരന്മാർ നൽകുന്ന പണിയാണോ, അങ്ങനെയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങൾ യുദ്ധത്തിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ രാജ്യാതിർത്തി ഭേദിച്ച് രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയ ചാരന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നേരിടാൻ പോകുന്നത് എന്ന ഒരു സൂചന കൂടി നൽകിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇത് ചാരപ്രവർത്തനം മൂലമാണോ, എതിർ രാജ്യങ്ങളുടെ ചാര സംഘടനകൾ തങ്ങളുടെ രാജ്യത്തിൽ നടത്തുന്ന അട്ടിമറി ശ്രമങ്ങളാണോ എന്ന രീതിയിൽ സംശയങ്ങൾ വരികയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ ഉയർന്ന റാങ്കിലുള്ള ചാരനെ, മൊസാദിന്റെ ചാരനെ തൂക്കിലേറ്റി ബുധനാഴ്ച എന്ന വാർത്തയും പുറത്തു വരികയാണ്. മുഹസിൻ ലങ്കാനിഷ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ടോപ്പ് റാങ്കിൽ മൊസാദിന്റെ ചാരനെയാണ് തൂക്കിലേറ്റിയത് എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കേണൽ സെയ്ദ് ഹൊഡാബിയുടെ വധവുമായി ബന്ധപ്പെട്ടാണ് ഈ മുഹസിൻ ലങ്കനീഷിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന വാർത്തയും പുറത്തു വരികയാണ്. ഒപ്പം തന്നെ നേരത്തെ ഇറാന്റെ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തിലും ഈ മൊസാദ് ചാരന്റെ പങ്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അയാളെയാണ്, മുഹസിൻ ലങ്കാനിഷിനെയാണ് ബുധനാഴ്ച ഇറാൻ തൂക്കിലേറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇറാനിൽ തന്നെ നടക്കുകയാണ്. കാരണം ഈ 2023 ഡിസംബറിൽ 4 പേരെയാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്നു എന്ന രീതിയിൽ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരുന്നത്. അങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു കയറിയ ചാരന്മാരെ വല്ലാതെ ഭയപ്പെടുന്ന ഒരു സന്ദർഭമാണ്. നേരത്തെ ഇസ്രായേലി സൈന്യത്തിലും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾ ഇറാന്റെ വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു എന്ന രീതിയിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ അയൺ ഡോമുകളുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിനകത്തെ പ്രമുഖരായ സൈനികർ തന്നെ ഇറാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു എന്ന രീതിയിലും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു എന്നതിന്റെ പേരിൽ മുഹസിൻ ലങ്കാനിഷ് എന്ന് പറയുന്ന ഉയർന്ന റാങ്കിങ്ങിലുള്ള ആളെ തൂക്കിക്കൊന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചാരപ്രവർത്തനം കൊണ്ടുള്ള ഒരു യുദ്ധം കൂടി നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.